കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചൊരു സംശയമാണ്, ഈ ഫാറ്റി ലിവർ രോഗമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ ഫാറ്റി ലിവർ വേറെയല്ലേ, ഹൃദയത്തിന് അതിനെ ബാധിക്കാനുള്ള സാധ്യതയില്ല എന്ന് തോന്നും. എന്നാൽ ഫാറ്റി ലിവർ രോഗമുള്ളവർക്ക് അത് കാലക്രമേണ ഹൃദ്രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമോ ഇല്ലെങ്കിൽ വ്യായാമമില്ലായ്മയോ കരളിനകത്തൊരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും ഫാറ്റി ലിവറിലേക്ക് എത്തിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും അമിതവണ്ണവും ഈ നമ്മുടെ കരളിനകത്ത് നീർക്കെട്ടും വന്നിട്ട് ഫാറ്റി ലിവർ രോഗം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഫാറ്റി ലിവർ രോഗം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല ഘടകങ്ങളും നമ്മുടെ രക്തക്കുഴലിനകത്ത് നീർക്കെട്ടുണ്ടാക്കുന്നതിന് കാരണമാകും. ഉദാഹരണത്തിന് ഇൻസുലിൻ റെസിസ്റ്റൻസ്, വ്യായാമമില്ലായ്മ, കരിച്ചുമരിച്ച ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക, നിങ്ങൾക്ക് അമിതമായിട്ട് ടെൻഷൻ, സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ രക്തക്കുഴലിന്റെ ഉൾവശത്തുള്ള ഭിത്തികളെ കേടുവരുത്തുകയും അവിടെ കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞു കൂടുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. നമ്മുടെ രക്തക്കുഴലിനകത്ത് ഇങ്ങനെ കൊഴുപ്പ് കൂടുതൽ, പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് വളരെ പെട്ടെന്ന് ഹൃദയത്തിലെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിനും കാലക്രമേണ ഇത് ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായില്ലേ, നേരിട്ട് അല്ലെങ്കിൽ പോലും ഫാറ്റി ലിവർ രോഗമുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉള്ളവർക്ക് ഹൃദ്രോഗത്തിന്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാറ്റി ലിവർ രോഗം മാറാൻ വേണ്ടി ചെയ്യുന്ന കൃത്യമായിട്ടുള്ള വ്യായാമം, ഭക്ഷണ നിയന്ത്രണം, ഉറക്കം, പച്ചക്കറി ഇലക്കറികൾ കൂടുതൽ കഴിച്ച് എണ്ണപ്പലഹാരങ്ങൾ, കരിച്ചു മുരിച്ചതൊക്കെ മാക്സിമം ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ രോഗം കുറയും. അതോടൊപ്പം തന്നെ ഹൃദ്രോഗം വരാനുള്ള സാധ്യത, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഗണ്യമായിട്ട് കുറയും എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫാറ്റി ലിവർ രോഗമുള്ള എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തോളൂ.